ജോജിന് മുമ്പ് പോയിട്ടുണ്ടോ ഇഫ്താറിന്? ഇല്ല. പോയിട്ടുണ്ടോ നോയമ്പൂർക്കലിന്? ഞാനിത് ഫസ്റ്റ് ടൈം. ഞാൻ പക്ഷെ ഇതുവരെ പോയിട്ടില്ല. പിന്നെ അവരുടെ ഡിഷസും ആക്ച്വലി നമുക്ക് ഇവിടെ അധികം ഓപ്ഷൻ ഇല്ല. ഞാൻ അധികം കഴിച്ചു നോക്കിയില്ല. അതുകൊണ്ട് വെയിറ്റിംഗ് ആണ് സൂക്ഷിച്ചിരുന്നത്. ജോജിക്കുട്ടന് നോയമ്പായതുകൊണ്ട് ചേച്ചിയുടെ അടുത്ത് അമ്മ വെജ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ജോജി ശരി. ഒട്ടും കുലുക്കില്ല. എന്റെ താറിനെ കുറ്റം പറയാനാണ് ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ഇനി എത്ര ദൂരം ഉണ്ടാവും? 10 minutes. 10 minutes ഉണ്ടോ ചേച്ചിയുടെ വീട്ടിലോട്ട്? ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആണോ? ചേച്ചി പറഞ്ഞില്ലല്ലോ പൂച്ചയുടെ കാര്യം. 6 മണിക്കാണോ മന്ന നോയമ്പ് തുറക്കണേ? അല്ലെങ്കിൽ സൺസെറ്റ് അങ്ങനെയാണോ? ജോജി ഇമാതിരി ഓഞ്ഞ നടപ്പിലാണെങ്കിൽ ഇവര് നടത്തിക്കണ്ടായിരുന്നു. ഞാൻ നടന്ന ഇതിനേക്കാൾ നന്നായിട്ട് അത് ഇന്നത്തെ അമ്മയും ജോജി കൂടി ഇവിടെ കയറ്റിങ്ങിന് വരാൻ പോകുന്ന വരുന്നുണ്ടോ? ചേട്ടാ ഇതൊക്കെ മറ്റേ ചെമ്മീൻ കെട്ടാണോ? കരിമീനും ചെമ്മീനും. സൂറ ചേച്ചിയും കട്ട നോയമ്പാണല്ലോ. അവിടെ പണിയാണെങ്കിലും ആളൊന്നും കഴിക്കില്ല. ഒന്നും ഐ മീൻ അത് ബ്രേക്ക് ചെയ്യില്ല. ഭയങ്കര ചെയ്യാൻ പാടില്ല. എന്തിനാ നമുക്ക് ശരീരത്തിന് അസ്വസ്ഥ എന്തെങ്കിലും വരണം. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് മുറിക്കാം. വെള്ളം കുടിച്ച് രാവിലെ എന്താ കഴിച്ചപ്പോ? ഇതിന് മുമ്പ് അതായത് ഇടത്താഴം. വെളുപ്പിന് ചപ്പാത്തി അങ്ങനത്തെ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിച്ചിട്ട് പിന്നെ നോയമ്പെടുക്കും. എന്തെങ്കിലും കഴിക്കണം. ആൾക്കാരുണ്ട്. സൂര്യ ചേച്ചി എനിക്കൊന്ന് കഞ്ഞിയ എന്തോ ലൈറ്റ് ആയിട്ടുള്ള സാധനം കഴിക്കണം. എനിക്കറിയാം. ചെറിയ ചാളയുടെ സീസണാന്ന് പറഞ്ഞപ്പോ ഇല്ലേ? അതാണ് വേണ്ടത്. ചേട്ടന്റെ വഞ്ചിയാണോ? അപ്പൊ അതുകൊണ്ട് മറ്റേ കടലിന്റെ നടുക്ക് പോകാൻ പറ്റും. ഞങ്ങൾക്ക് പോവാം. അപ്പൊ അതിൽ എനിക്ക് വരാൻ പറ്റുമോ? അതാണ് എനിക്കറിയണ്ടത്. അത് നമുക്ക് നോക്കാം. എനിക്ക് ഒരു പേടിയില്ല. ഞാനും ഷാഹിദയും ഫ്രെഡിയും മന്നയും 4 പേരുണ്ടാവും കേട്ടാ. 4 പേര് കയറുമോ? അല്ലെങ്കിൽ കയറണ പോലെ എത്ര പേരെ കയറണമെന്ന് വെച്ചാൽ അത്രയും പേര് മതി. ഞാൻ ചേട്ടനെ പരിചയപ്പെടുത്താൻ പറഞ്ഞുപോയി. നവാസ് ചേട്ടൻ. ഇത് സൂര്യ ചേച്ചി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മീൻ ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുന്ന സൂര്യ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. നവാസ് ചേട്ടൻ ഇവിടെ വെള്ളം കയറുമോ? മഴ വരുമ്പോൾ വെള്ളം മറ്റേ വരുമോ? വെള്ളം ഈ റോഡൊക്കെ കവർ ചെയ്യുമോ? ഭയങ്കര മഴ വന്നാ ഫ്ലഡ്. അപ്പൊ നിങ്ങൾ എങ്ങനെ വരാ? അപ്പൊ നിങ്ങൾ ഓവറായിട്ട് പ്രളയം വന്നാലൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. സൂര്യ ചേച്ചിയുടെ പൂച്ചക്കുട്ടി മന്ന കൊള്ളാല സെറ്റപ്പ് ഉള്ള മന്ന. നിങ്ങളും നോയമ്പ് കുറിക്കുന്ന സമയത്ത് കഴിക്കാട്ടോ. അപ്പൊ മതി. അതൊരു വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഹലോ, വർത്താനം പറയോ ചേച്ചി? ചേച്ചിക്ക് മറ്റേ എന്റെ വീട്ടിൽ വന്നല്ലേ വർത്താനം പറയാൻ ഗ്യാപ്പ് കൊടുക്കാറില്ല. ന്യൂസുകളൊന്നും ഒരു വയസ്സ് കഴിഞ്ഞു. ബർത്ത്ഡേ 7-ാം തീയതി നോമ്പിനായിരുന്നു. അപ്പൊ ഫംഗ്ഷനും അടുത്തതും പിന്നെ വെക്കാന്നും പറഞ്ഞു. സപ്പൂടെ സ്പെഷ്യൽ എന്താണ്? എന്താ പേരെന്താ ഇതിന്റെ? കായ്പോള. ഞങ്ങളെനിക്കൊന്ന് ഞാൻ ഇപ്പോഴാണ് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ ഡിഷസിന്റെ ഒക്കെ പേര് പഠിച്ചത്. മുട്ടാളനാണ്ടാ ഓടി ഓടി നടക്കണുണ്ട്. ഈശ്വര ദൈവമേ, കാല് അനക്കാൻ തന്നെ പേടിയാ. അതെന്തോ അയ്യാന്ന് പൂച്ചക്കുരിന് ഇവിടെ 3 ഉണ്ട്. ചേച്ചി 6:38 അയ്യോ അമ്മേ പേടിച്ചു പോയി.
ആദ്യം ഡേറ്റ്സ് കഴിക്കും, പിന്നെ എങ്ങനെയാ? പിന്നെ വെള്ളം കുടിക്കും. നിങ്ങളെല്ലാരും ഭക്ഷണം കഴിക്കാണ്ട് എന്നിട്ട് നല്ല ചൊടിയിലാണല്ലോ. അത് വീട്ടിലും അങ്ങനെ തന്നെയല്ല. അത് ശരിയാ. സംഭവം അടിപൊളിയായില്ലേ? ഇത് കട്ട് ചെയ്യണം. ഇത് സപ്പു ഉണ്ടാക്കിയതല്ലേ? ഇതെങ്ങനെ, ഇതെന്താ, എന്താ പേരെന്താ? കായ്പോള. മധുരമാണോ? ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണേ. ആ ഓക്കെ. ആ എപ്പോഴും ഒരു സ്വീറ്റ് ഉണ്ടാവും. അതുണ്ടാക്കിയ ആൾ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്താൽ മതിയിട്ടാണ്. നൊയമ്പ് തുറക്കണ രീതിയിൽ തന്നെ നൊയമ്പ് തുറക്കാം, അതാ നല്ലത്. അതല്ല അതിന്റെ സിഡി. ആ ഇതെല്ലാരും നിങ്ങളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. അപ്പൊ ഇനി ചേട്ടൻ മെയിൻ ഡിഷ് ഉണ്ടാവാറുണ്ടോ? മെയിൻ ആയിട്ട് ഭക്ഷണം ഉണ്ടാവാറുണ്ടോ ഇത് കഴിഞ്ഞിട്ട്? ഓ, ഇത് നൊയമ്പ് തുറക്കുമ്പോ ഇങ്ങനെ ചെറിയ സാധനങ്ങള്. പിന്നെ ഇതിപ്പോ ഒന്നും ഈ അടുത്തൊന്നും കഴിച്ചു തരില്ല കേട്ടോ, ഇത്ര അധികം എടുക്കല്ലേ പ്ലീസ്. അതെ, ചെറിയ ക്വാണ്ടിറ്റി. ഇവിടെ ആരും ഒന്നും മിണ്ടില്ല കേട്ടോ വീഡിയോ എടുക്കണ കാരണം. ഇത്രയും നിങ്ങൾ കുടിക്കുമോ നൊയമ്പ് തുറക്കുമ്പോ? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കും കുറച്ച് മതി. ചേച്ചി വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കിടത്തു വിട്ടോ, ഞാൻ കിടന്നു പോകും ഇത്രയും കുടിച്ച് കഴിച്ചു കഴിഞ്ഞാ. ഇത് ജീരകക്കഞ്ഞി അല്ലേ? പിന്നെ ഒരു മറ്റേ ഒരു ഷായിദ. ഇത് ചേച്ചിയുടെ സ്പെഷ്യലാണ്. എഗ് അല്ലേ? എല്ലാം വെജാണല്ലേ? അല്ല വെജല്ലേ? ജോർജ് കുട്ടനെ വെജാന്ന് പറഞ്ഞുകൊണ്ട് വെജ് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു ചേച്ചി. ഇത് വെജാ? അല്ല വെജാ. ഇത് വെജാ, ഇത് എഗ് ഉണ്ട് അല്ലേ ചേച്ചി? ബീഫ് ഞാൻ സുഹൃത്ത് ചേച്ചിട്ട് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ആ ഉണ്ടാക്കിയ സാധനം ഉള്ളത്. ഓ കട്ടല്ലേ കേട്ടാ. അപ്പം അത് ഇത് എനിക്കൊന്ന് നിങ്ങളുടെ രീതിയുടെ മാത്രം സ്പെഷ്യൽ അല്ലേ ഇത്? എന്താ? ഏത്തപ്പഴത്തിന്റെ കറി. ഇത് കുറച്ച് നേരത്തെ സെറ്റ് ചെയ്താ. നിങ്ങളെല്ലാരും നോയമ്പായതുകൊണ്ട് നമുക്ക് എന്തായാലും എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇഫ്താർ ഇതിന് വരുന്നത്. നാളെ ഉണ്ടാവും. വഞ്ചിയിൽ പോകുന്നുണ്ടോ നാളെ? ഇപ്പൊ വർക്കില്ല അല്ലേ? ഷായിദ വരാന്ന് പറഞ്ഞിട്ടോ ചേട്ടൻ്റെ കൂടെ വഞ്ചിയിൽ. ആ അതാണ്, എനിക്കും പേടിയില്ല. ജിജോ വരുന്നില്ല എന്ന് പറഞ്ഞു. ക്യാമറമാൻ വരുന്നില്ലേ? അല്ലല്ല, ഞങ്ങൾക്ക് ചേട്ടൻ വഞ്ചിയിൽ പോകണം. പിന്നെ അവിടെ നിന്ന് വലയിട്ടിട്ട് കടലിനടെ അവിടെ തന്നെ വെക്കോ ഫ്രഷ് മീന് പിടിച്ചിട്ട് വെക്കോ? ഓ അതൊരു സീൻ വീഡിയോ ആയിരിക്കും കേട്ടോ. വേഗം തന്നെ നമുക്ക് എന്താ ചാകര ഏത് സമയത്താണ് നിങ്ങൾ ഇറങ്ങാറ് ബോട്ടില്? ഏപ്രിൽ മെയ് ആയി, സമയമായി. എന്താണ് ചേച്ചി? അത് എനിക്ക് വേണം. വെള്ളമാണത്. ഇതെന്താ സാധനം? ഡേറ്റ്സ് അല്ലേ? ആദ്യം നിങ്ങൾ ഡേറ്റ്സ് കഴിക്കും അല്ലേ? ആദ്യം ഈ ഡേറ്റ്സ് കഴിക്കും. ഇത് ഡേറ്റ്സ് അല്ലേ? അത് ഡേറ്റ്സ് അല്ലേ? അതന്നെ. ഉണങ്ങിയത് കഴിക്കണം നിർബന്ധമാണോ? ശരി. ഏത് ഈ ഉണങ്ങിയ ഡേറ്റ്സിലോ? ചേട്ടാ മൈക്കും കൂടെ ഒന്ന് ഈ ചേച്ചിക്ക് കുറേ പറയാനുണ്ട്. ചേച്ചി ഇത് വെറുതെ കയ്യിൽ വെച്ചോ? ഈ കാരക്കന് വേറെ വല്ല പേര് പറയുന്നുണ്ടോ? ഓക്കെ, അത് നാരങ്ങ വെള്ളമാണോ? വെറുതെ വെള്ളം. ഗ്യാസ് ആസിഡിറ്റി അല്ലേ? സൂര്യ ചേച്ചി മതിയിട്ടാ പണി ചെയ്തോ? മതിയേ ഇവിടെ ഇരിക്കേ. ഇത് മറ്റേ സൂര്യ ചേച്ചിനെ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഓൾ ഇൻ ഓൾ ആണ് സൂര്യ ചേച്ചിയും ഷായിദയും. ആ രണ്ട് ജ്യൂസ് കുടിക്കുമ്പോ തന്നെ എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, ഈ ഉന്നക്കായന് ഈ ഒരു ടൈപ്പിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ? വേറെ റൗണ്ട് ഷേപ്പ് ഈ ഷേപ്പ് തന്നെയാണ്? എൻ്റെ മമ്മി ഒരു സാധനം ഉണ്ടാക്കും, അത് ഉന്നക്കായ എന്നൊരു പേരെന്ന് എനിക്കറിയില്ല. ഇത് തന്നെ പഴം കുഴച്ചിട്ട് ഉള്ളില്
ഉന്നക്കായ ഈ ഷേപ്പില്ലേ റൗണ്ട് ഷേപ്പും ഇല്ലേ? റൗണ്ട് തന്നെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ കുനുപ്പ് ആ പോലെ കുനുപ്പ്. അതാണ് സൂര്യ ചേച്ചിയുടെ മോള് ഷെറി ഉണ്ടാക്കി എന്ന് പറഞ്ഞു. തലശ്ശേരിയിൽ കുനുപ്പ് വരും ഉന്നക്കായക്ക്. കറക്റ്റ് ഇവിടെ വന്നേക്കണതല്ലേ അവിടുത്തെ മേടിച്ചേക്കണല്ലോ. അത് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കണം തലശ്ശേരിയിൽ. ഇതൊരു രക്ഷയില്ലാട്ടെ, ഇത് ഭയങ്കര റിഫ്രഷിങ്ങാ. വല്ല 6:38 വരെ അമ്മ വെയിറ്റ് ചെയ്യണോ? വെയിറ്റ് ചെയ്യണം. സോറി, ഞാൻ ഇത് കുടിക്കാനാണ് വെയിറ്റ് ചെയ്യണം. ഇതും മറ്റേ ഷമാമും. ചേട്ടാ ഇനി വേറെ എന്തെങ്കിലും, വേറെ നിങ്ങളിപ്പോൾ ഈ വെക്കാത്ത സാധനങ്ങളല്ലാണ്ട് വേറെ ഏതെങ്കിലും സാധനം ഉണ്ടോ? മെയിൻ മുസ്ലിംസിൻ്റെ സാധനം എന്തെങ്കിലും ഉണ്ടോ? തരിക്കാജീത് ചേച്ചി അത് ഞാൻ കുടിച്ചായിരുന്നു ഒരു പ്രാവശ്യം. ഷായിദ എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് റവ കുറുക്കണതിനെ പറ്റിയല്ലേ പറയുന്നത്? അത് മാത്രമേ ഉള്ളൂ. ഈ കോഴിക്കോട് സൈഡിൽ വേറെയല്ലേ? കോഴിക്കോട് സൈഡിൽ വേറെയല്ലേ? ഗ്ലാസ് കഴിക്കാൻ നേരത്തെ കുറിക്കാം നമുക്ക്. ഇല്ല, അത് കട്ട് ചെയ്ത് വെച്ചില്ല, ആ സമയത്ത് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ കഴിച്ചിട്ടില്ല ആക്ച്വലി. ഇറച്ചി അല്ലേ? ആ ചട്ടിപ്പത്തിരി. ഞാൻ പക്ഷെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അത് ബേക്കാ ചെയ്യണേ അവനില്. ഇത് പാനിൽ ചെയ്യാൻ പറ്റും. അത് ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് തീ കുറച്ചിട്ട് ഷായത് നമുക്കതൊന്ന് ഉണ്ടാക്കി വെക്കണേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടല്ലേ ഇത് ചെയ്യണേ? ആ അത് തന്നെ. ഇത് സ്വീറ്റ്, അത് മറ്റേ എരിവുള്ളതല്ലേ? ആ ലെയർ അത് തന്നെ എനിക്കറിയാത്ത. ആ ഓക്കെ നിക്ക് ഫോർമലാക്കണ്ട, വെറുതെ ഭയങ്കര ഫോർമലായി പോകും. നിക്ക് എവിടെയെങ്കിലും ഇരുന്നു. ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ കഴിച്ചോളാം. ഇരുന്നു. മന്ന താഴെ ഇറങ്ങി കഴിക്കാൻ വന്നേ. അന്നാ അവിടെ വീഡിയോ ക്യാമറയ്ക്ക് തന്നെ എടുക്കാം. ഒരു മിനിറ്റ് കേട്ടാ. അതെ, നൊയമ്പ് മുറിക്കുന്ന ആൾക്കാരെ ആദ്യം കുടിച്ചോ. ആ ഒരു മിനിറ്റ് സമയമാവട്ടെ, എന്നിട്ട് നമുക്ക് വരാം. നിക്കവിടെ ബാങ്ക് വിളിക്കണ്ടേ? ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കണേ. ബാ ഇരിക്കും. ജോജി എന്തേ? സൂരജ് ചേച്ചി നൊയമ്പെടുത്ത ആൾക്കാരൊന്നും ഇരിക്കുമെന്ന്. ജോജി മന്ന എയറിലല്ല. ബാ സൂരജ് ചേച്ചി ഇരിക്കേ. ബൈ ഷായിദ ഇരുന്നു. സ്ഥലം ഉണ്ടല്ലോ, വേണ്ട. അല്ല ചേച്ചി, ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കണം ഇങ്ങനെ കഴിക്കണേ വെയിറ്റ് ചെയ്തിരിക്കണം. അത് ശരിക്കും അങ്ങനെ തന്നെ. അപ്പൊ ഇത് എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ആ ഓക്കെ എന്നാ വെയിറ്റ് ചെയ്യാം. അപ്പൊ ചേട്ടൻ പറയണം കേട്ടോ. നമ്മുടെ മറ്റേ മൈക്ക് എന്തേ? മൈക്ക് ആകെ 2 ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചോണ്ടിരിക്കും. ചേച്ചി ഇത് ഈ ടൈപ്പ് തന്നെ കഴിക്കണം നിർബന്ധമാണോ? പച്ച ഡേറ്റ്സ്. ആ അത് കുഴപ്പമില്ല, പച്ച ഡേറ്റ്സ് അല്ലേ ഇത്? എവിടെ നിന്ന് കിട്ടുന്നത്? ഇനി എന്താ കഴിക്കാം? ആദ്യം ഡേറ്റ്സ് കഴിച്ചു, ഇനി ഫ്രൂട്ട്സ്. എന്നാലേ നൊയമ്പ് എടുക്കണ ആൾക്കാരെടുക്കും. നൊയമ്പ് എടുത്ത ആൾക്കാരെടുക്കുക ആദ്യം. സൂര്യ ചേച്ചി എടുത്ത്, അല്ലെങ്കിൽ ഇവിടെ നോക്കിയിരിക്കലുണ്ടോ? സപ്പു എന്തേ? ജോർജി ക്യാമറമാൻ മന്ന ഒരെണ്ണം എടുക്ക്. അതെ, ഈ ജ്യൂസ് ഞാനും ജിജോ ഷെയർ ചെയ്ത് കഴിക്കാട്ടോ. ഇത്രയും വലിയ ഗ്ലാസ്സിൽ കുടിക്കുമോ? ഇത്രയും കുടിക്കുമോ? 10 ഷെയർ ചെയ്ത് കുടിക്കും. ചേച്ചി ഇത് മറ്റേ സിറപ്പും കസ്കസും മിൽക്ക് മെയ്ഡ് ഇട്ടോ, പിന്നെ വാട്ടർമെലൺ. എടുക്കെടുക്കട്ടെ. ജോർജി ഇത് ഭയങ്കര റിഫ്രഷിംഗ് ആട്ടോ. ഇത് പിന്നെ ആ സപ്പുവിന് ഒരു ഗ്ലാസ് ഒന്ന് കൊണ്ടേ കൊടുക്കും. എനിക്കിഷ്ടമായി ഭയങ്കര. അത് ഞാൻ പകുതി കഴിക്കാം. ഇത് എടുത്ത് ചേച്ചി ഇതിലെന്തൊക്കെ ഇട്ട്? തേങ്ങയുടെ ചമ്മന്തിയും പിന്നെ മുട്ടയും. മന്ന പള്ളിയിൽ പോയി വന്നിട്ട് കഴിക്കുള്ളോ? ചേട്ടാ ഈ പള്ളിയിൽ പോകുമ്പോ ഇത് ഇപ്പൊ നോമ്പ് തുറന്നില്ലേ? കഴിച്ചിട്ട് പിന്നെ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി വന്നിട്ട് ചായ
ജീരകഞ്ഞ കല്യാച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഈ ചമ്മന്തിയിലിടും. എന്നിട്ട് പിന്നെ പോകും, പള്ളിയിൽ പോകും. നിസ്കാരമുണ്ട്. ഈ ഉന്നക്കായ എന്നതുകൊണ്ട് അതെ നോയമ്പ് എടുത്ത ആൾക്കാരൊന്നും എടുത്തേ, ഞാനാണ് എല്ലാം അടിച്ചു കയറ്റുന്നത്. ഷായത എടുത്തു വരണം ചേച്ചി. നോക്കട്ടെ. എനിക്ക് ഇത്രയും വേണ്ട, ചെറിയൊരു പീസ് ചെയ്യണം. അയ്യോ ആ കുറുക്കൊന്നും കഴിക്കില്ല, അതല്ലായിരുന്നു കഴിക്കേണ്ടത് ആദ്യം. അങ്ങനെയില്ല, ചെറു ഗ്ലാസ്സിൽ ഒഴിച്ച് തരാൻ വെള്ളത്തിൽ. എനിക്കതൊന്ന് ടേസ്റ്റ് ചെയ്താൽ മതി. ആ ജീരക കഞ്ഞി ഒരു സ്പൂൺ മതി. വയറ് നിറഞ്ഞു. ആക്ച്വലി ആ ജ്യൂസ് കുടിച്ചപ്പോഴേ അത് തന്നെയാണ് എല്ലാവർക്കും പറ്റണമെന്ന് തോന്നുന്നു. കായ്പോള സമൂസ എനിക്കൊരു ആ സാധനം. ചേച്ചി അപ്പൊ ഈ ജീരക കഞ്ഞിയൊക്കെ ഇങ്ങനെ ഓർഡർ ഒന്നുമില്ല, ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ള പോലെ. നല്ല കഞ്ഞിയില് കഞ്ഞിയല്ല ചോറില് നല്ല ടേസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കാട്ടാ. ഓ ആശാളിയുടെ ടേസ്റ്റ് ഈ എനിക്കൊന്ന് ഗ്യാസ് ട്രബിളിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അരി ഏതാ ചേച്ചി? നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി. വേറെ എന്തൊക്കെ സാധനങ്ങൾ ഇതിലിടണേ? നമ്മുടെ വീട്ടിൽ എനിക്ക് ഉണ്ടാക്കണത് ഒരു ദിവസം. ഓ ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, ജീരകക്കഞ്ഞി അല്ലേ ചേച്ചി? ഇത് ഞാൻ കുറച്ച് വീട്ടിൽ കൊണ്ടുപോകട്ടോ, കുറച്ച് എനിക്ക് പാക്ക് ചെയ്ത് തന്നേക്കും. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കും? അച്ചാറാ? ആ ഓ ഇനി ഇതേതാ ചേച്ചി? ഇത് മറ്റേ കരി. ഇതിലെന്തൊക്കെയാ? ഇതാകുമ്പോൾ ഇതോ രക്ഷയില്ലല്ലോ, നല്ല ടേസ്റ്റ്. കുറുക്കി തേങ്ങാപ്പാലിൽ ആദ്യം പരിപ്പ് കഴിച്ചു, ആ എന്നിട്ട് ആ ഇത് അരിഞ്ഞിട്ട് ഏത്തപ്പഴം ഇല്ലേ, ഏത്തപ്പഴം ഇരിഞ്ഞിട്ട് പിന്നെ ഈ മറ്റേ ചെറിയ ഉണ്ട പിടിപിടിയാക്കി അത് കട്ടിപ്പാലിൽ തന്നെ അതെല്ലാം ഉണ്ടാക്കണം. ഭയങ്കര നല്ല. ഇതിന് മറ്റേ ആ ഉള്ളി താളിച്ച ടേസ്റ്റ് ആയതുകൊണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും ഒരു രക്ഷയില്ല കേട്ടോ, ടു ഗുഡ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. പേര് പറഞ്ഞ ചേച്ചി മതി. ഇത് കറി കറിന്നാ പറയണം. പുറത്ത് വാങ്ങിക്കാൻ കിട്ടുമോ? നോയമ്പ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ തന്നെ കളറ് സെയിം, ഐറ്റം വേറെ തന്നെ. ഈ പഴമൊക്കെ വേറെ, രണ്ടും നല്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇത് കുറച്ച് എനിക്ക് പാക്ക് ചെയ്ത് തന്നത്. താങ്ക് യു ചേച്ചി. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പാർട്ടിക്ക് പോണത്, ഇഫ്താർ പാർട്ടി. നമ്മളോട് വന്നിട്ടൊന്നും കഴിച്ചിട്ടില്ല. അതെ, അതാണ് സത്യം. വന്നിട്ടും കഴിച്ചില്ല, അന്ന് കഴിച്ചാ ഇന്ന് കഴിച്ചു. കല്യാണത്തിന് വീട്ടിലോ ഒന്നും തോന്നണം അവിടെ ഇല്ല, വന്ന് പക്ഷെ ഒന്നും കഴിച്ചില്ലല്ലോ. ക്യാമറമാൻ ട്രൈ ചെയ്തില്ലല്ലോ, ഒന്നും കഴിച്ചിട്ടില്ല. അന്ന് വീഡിയോ മതിയാക്കി ഓഫ് ചെയ്യും, നമുക്കിനി കഴിക്കാം. ചേച്ചി ജീരകഞ്ഞി ഇതുവരെ വീട്ടിലുണ്ടാക്കിയിട്ടില്ലല്ലോ? ഉണ്ടാക്കണുള്ളൂ. ഇതൊരു രക്ഷയില്ലാട്ടോ, നല്ല ടേസ്റ്റ്. നമ്മുടെ കേർഡ് റൈസ് ഒക്കെ പോലെ, പക്ഷെ തൈരില്ല. പക്ഷെ ലെമൺ റൈസിന്റെയും ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നാരങ്ങ ആഡ് ചെയ്യോ? ഇവിടെ ഈ പത്തിരിയൊക്കെ കഴിക്കുന്ന ഇത് കഴിക്കും. എനിക്കൊന്നും ഡയറ്റിന്റെ സമയത്തും ഇത് ട്രൈ ചെയ്യുന്നല്ല അല്ലേ? നല്ലതായിരിക്കും. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐറ്റം ദേ ഇതാണ്, ജീരകക്കഞ്ഞി അല്ലേ? ഷായിദ കഴിച്ചേ? ഷായിദത്തിനോടിക്ക് അതെ, നിങ്ങൾ കഴിക്കില്ലേ? ഇത്
സൂര്യ ചേച്ചി ഇനി കഴിച്ചേ. ഇത് എന്താ ഇത് കഴിക്കുന്നേ? സമൂസത്തിന്റെ വാസപ്പൂ അവിടെ നിൽക്കും. ബാ ബാ ബാ. അപ്പൂന് ഇഷ്ടമുള്ളതാണ് അത് ഇത്. വേറെ പൈസ ഒരു മേടിക്കില്ല. ചൂടാറിപ്പോയി. മാഡത്തിന്റെ എന്റെ റെസിപ്പി ചേച്ചി ചെയ്താട്ടാ. മേടത്തിന് കളപ്പി പഠിച്ചാ. ഇവിടെ അടുത്തുണ്ടോ പള്ളി? ഇനിയിപ്പോ എന്തെങ്കിലും കഴിക്കുക. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് റൈസും ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഷവായി ചിക്കനും റൈസും. വേണ്ട വീഡിയോ ഒന്നും കാണിക്കണ്ട, കുഴപ്പമില്ല. അത് ഇവിടേക്ക് കൊണ്ടുവന്നാ അവിടെ വെച്ചോ. ഇനി നമ്മൾ പോയാൽ ഇവർക്ക് സമാധാനമായിട്ടൊന്നും കഴിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ 2 ബൗൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ കഴിച്ചു. കുറേ തന്നെ. ഇനി അടുത്ത റെസിപ്പി നമുക്കത് ഇടാന്ന് ഓർത്തിരിക്കുക. അത് ഇത് ലൂസായിട്ടാണ് കഴിക്കുന്നത്. ടേസ്റ്റ് അല്ല. മേടത്തിന്റെ ഇതൊക്കെ എനിക്ക് കാണിച്ചു മോള് തന്നെ. വീഡിയോ അത് ശരി. വീഡിയോ മേടത്തിന്റെ വീഡിയോ നോക്കിയിട്ട് ചെയ്യാറുണ്ട് അവിടെ റെസിപ്പി. ഓ ഇതിലിപ്പോൾ ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ സപ്പു ചെയ്യില്ലേ? വീഡിയോ ചെയ്യില്ലേ? ആ ഷാഹിദയും എക്സ്പേർട്ടാ. ഇതിൽ ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ഷാഹിദയും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. സക്കുവും വരണം. അത് ഇതിൻ്റെ നോൺ വെജ് വേർഷൻ ഇല്ലേ? നോൺ വെജ് വേർഷൻ അത് നമുക്ക് ചെയ്യാം. ആ പെരുന്നാളിന് ഈ സാധനങ്ങൾ തന്നെയാണോ വെക്കുന്നത്? ഓ അത് വേറെ ഫുൾ നോൺ വെജ്. പക്ഷേ ഓ അത് ബിരിയാണി അങ്ങനെ ബിരിയാണി അതൊക്കെയാണ്. ഷാഹിദയുടെ വീട്ടിലാക്കണോ? ഇല്ല. ഓക്കെ ഓക്കെ. അല്ല ബാ എനിക്ക് വന്നില്ലേ? ശരി ശരി ചേച്ചി നാളെ വരണട്ടാ. അതാണ് ഏറ്റവും മെയിൻ. അതാണ് നാളെ വരണം. ശരി ചേട്ടാ. താങ്ക് യു ചേട്ടാ. ചേച്ചിയുടെ ഇവിടെയാണോ ജനിച്ചേ? ഇല്ല അമ്മ പ്ലീസ്. ഇന്ന് അല്ല അമ്മയുടെ കാറല്ലേ, അമ്മ ബാക്കിലേക്ക് കയറിക്കോ. കമോൺ, സാരിയൊക്കെ ഇട്ട് എല്ലാം ചെയ്യാൻ പറ്റണം. കമോൺ പൊക്കിക്കോ. ആ മറിച്ചിടോ, വണ്ടി മറിച്ചിടോ. ഇതിനു വേണ്ടിയിട്ടാണ് ഈ വണ്ടി ഉണ്ടാക്കിയേക്കണേ. കുലുങ്ങാൻ കുലിക്ക് വണ്ടി. ജിജോ ഇതെനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ കാര്യം വീഡിയോന് വേണ്ടിയാണെങ്കിലും ചേച്ചിയുടെ വീടൊക്കെ ഒന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്ന് കാണാൻ പറ്റും. ഈവൻ ചേട്ടനും നല്ലായിരുന്നു. പക്ഷേ ഒന്നാമത് ഈ ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഭയങ്കര ഫീലായി. 2 സൈഡിൽ ഈ വെള്ളമുള്ള ഭാഗത്ത്. ചേച്ചി ഒരു മറ്റേ എസറ്റാണ് കേട്ടോ അവരുടെ വീട്ടിലോട്ട്. നമ്മുടെ വീട്ടിലോട്ടും അവരുടെ വീട്ടിലോട്ടും വെറുതെ ഇരിക്കില്ല ജിജോ. ആള് ചെയ്യുന്ന ഇതില് ആള് എക്സലന്റ് ആണ്. ചേച്ചിയും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ദൈവം നമ്മുടെ കയ്യിലോട്ട് ചില സമയത്തേ നമ്മുടെ അടുത്തോട്ട് എത്തിക്കുള്ളൂ.